ഹലോ! അപ്പൊ നമുക്കിന്നൊരു കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കിയാലോ? ഇവിടെ അരച്ച അരി സ്റ്റോക്ക് ആയിരിക്കേ. അതുകൊണ്ട് തന്നെ നമ്മളെ പരിപാടി വേഗം തുടങ്ങി. എങ്ങനെയുണ്ട് എന്റെ ഹെയർ? ഷൂട്ടിന്റെ തിരക്കുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഹെയർ ശ്രദ്ധിക്കാനേ പറ്റാറില്ല ഇപ്പോ. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ബോട്ടോക്സ് ചെയ്തതാണേ. അപ്പൊ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിലിടാനുള്ള തേങ്ങയും ഉള്ളിയും ഒക്കെ അച്ഛൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം പണിയില്ല. സത്യം പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ വന്ന ആരും അടുക്കളയിൽ കയറില്ലാലോ. അതുപോലെ ഞാനും കയറിയില്ല. പക്ഷെ ഇന്നെന്തോ ഇത് കഴിക്കാനൊരു മോഹം. ഈ ചിക്കൻ ഇട്ട കുഞ്ഞിപ്പത്തല് ഇവിടെ ആരുണ്ടാക്കിയാലും എനിക്ക് ഇഷ്ടപ്പെടലില്ല. ഞാൻ തന്നെ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അടുക്കളയിൽ കയറിയത്. അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വന്നാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരലേ ഇല്ല. ഒരു ഗ്ലാസ് വെള്ളത്തിനാണെങ്കിലും ഞാൻ അമ്മേനെ വിളിക്കും. അതാണ് പതിവ്. അപ്പൊ നമ്മള് സാധനം റെഡി ആയിട്ടുണ്ടേ. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം. കുറച്ച് തേങ്ങയും 2 ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ജീരകവും ഉപ്പും പിന്നെ കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് പേസ്റ്റ് ആയിട്ട് അരക്കണ്ട കേട്ടോ. എന്റെ വീട്ടില് കറിയിലൊക്കെ ഉപയോഗിക്കാറ് ഈ ഒരു മല്ലിയിലയാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വലിയ കാര്യത്തിൽ പറിക്കാൻ പോയിട്ടുണ്ടെങ്കിലും എന്നോട് ഇതിടാൻ മറന്നുപോയിനെ. അപ്പൊ നമ്മൾ നേരത്തെ അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് മാറ്റാം. എന്നിട്ട് പൊരിച്ചു വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കുക്കർ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പും കറിവേപ്പിലയും ചിക്കനും ഒക്കെ അതിലിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് കുഞ്ഞിപ്പത്തല് ഇതിലൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ കുഞ്ഞിപ്പത്തൽ റെഡി. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് വിശപ്പിന്റെ വിളി വന്നുകൊണ്ട് ആദ്യം തന്നെ ഞാനാണേ കഴിച്ചത്. സൂപ്പർ ആയിരുന്നേ. അപ്പൊ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ.